ഇതാ 3-4 ദിവസം മുന്നേ കൊത്തിക്കൊണ്ടുവച്ചതാ കുല. അപ്പോഴത്തേക്ക് ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ പഴുത്ത് ഉണ്ടല്ലേ, പഴുത്ത് അടിപൊളി. ഇങ്ങനെ നല്ല വാഴയില നട്ട് നല്ല ഇതുപോലത്തെ നല്ല എന്താ പറയുക, നല്ല വിഷമില്ലാതെ പഴങ്ങളെല്ലാം കഴിക്കുന്നില്ലേ നല്ലത്. അപ്പോൾ ഞാൻ നല്ലവണ്ണം ഇതിനെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ അതുപോലെ തന്നെ ചാരം, അതുപോലെ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതിനുള്ള ഉഷാറായത്. നമുക്കൊന്ന് തിന്നാലോ. നല്ലോണം പഴുത്തിട്ടുണ്ട്. കഴിക്കാം. നല്ല മീനുണ്ട്. വീഡിയോ പിടിക്കാനൊന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരു കൈയെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഓടിക്കുന്നത്. ഒരു ഇനി നമുക്ക് ബൂസ്റ്റ് കലക്കാം. ഏകദേശം ഒരു 2-3-4 സ്പൂണ് ബൂസ്റ്റ് പൊടിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് പാലുമാക്കി നന്നായി കലക്കി തണുക്കാൻ വെക്കാം. ഇനി നന്നായി പഴുത്ത പഴം നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തൊലി കളഞ്ഞ് ഒരു 5-6 എടുക്കാം. അപ്പം നന്നായി പഴുത്തതാണ്, അതുകൊണ്ട് ഇനി ശരിക്കും നമുക്കെന്താ അത് മിക്സിയിലേക്ക് അടിക്കാം. ചെറുതായി അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, നന്നായി പഴുത്തതാണ്. അപ്പം നന്നായി പഴുത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഷുഗർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ തന്നെ നല്ല മധുരം ഉണ്ടാവും. ചെറുതായി അരിഞ്ഞ് ഇനി മിക്സി നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ആക്കിയ ബൂസ്റ്റ് തണിഞ്ഞിട്ടുണ്ട്, അതതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡിയായി. അപ്പോൾ ഷെയ്ക്ക് റെഡിയായി. നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും ഒഴിക്കാം. എത്ര എളുപ്പമാണ്. കടയിൽ പോയി കുടിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേണ്ടുവോളം കഴിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.